എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തൊഴിൽ മേഖലകളിൽ വൻ വിപ്ലവം സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ രാജ്യത്ത് പുതിയ തൊഴിൽ നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ള പുതിയ 4 തൊഴിൽ കോഡുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിത്തൗട്ട് ഫർദർ അഡു, ലെറ്റ്സ് സ്റ്റാർട്ട്. സങ്കീർണമായ തൊഴിൽ നിയമങ്ങളാണ് ഇന്ത്യയിൽ വളരെ കാലമായി നിലനിന്നിരുന്നത്. ശ്രീ രവീന്ദ്ര വർമ്മ ചെയർമാനായ രണ്ടാമത്തെ ദേശീയ തൊഴിൽ കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത് 2002-ലാണ്. രണ്ടാം ദേശീയ തൊഴിൽ കമ്മീഷൻ നൽകിയ ശുപാർശകളിൽ നിന്നാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾ വേതനം, വ്യാവസായിക ബന്ധങ്ങൾ, സാമൂഹിക സുരക്ഷ, ക്ഷേമം തുടങ്ങിയ വിഭാഗങ്ങളായി ഏകീകരിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. തൊഴിൽ നിയന്ത്രണങ്ങൾ നവീകരിക്കുക, തൊഴിലാളികളുടെ ക്ഷേമം വർദ്ധിപ്പിക്കുക, തൊഴിൽ മേഖലയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുക, ആത്മനിർഭർ ഭാരത് പ്രാവർത്തികമാക്കുക, പുതിയ വ്യവസായങ്ങൾക്ക് അടിത്തറ പാകുക എന്നിവയാണ് ലേബർ കോഡുകളുടെ ലക്ഷ്യം. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളിൽ സമഗ്രമായ മാറ്റം, ഇന്ത്യയുടെ ലേബർ ഗവേണൻസ് ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര സർക്കാർ 4 പുതിയ ലേബർ കോഡുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മുമ്പുണ്ടായിരുന്ന കാലഹരണപ്പെട്ട 29 നിയമങ്ങൾ റദ്ദാക്കിയും അവയെ യുക്തിസഹമാക്കി മാറ്റിയുമാണ് പുതിയ ലേബർ കോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2025 നവംബർ 21 മുതൽ രാജ്യത്ത് നിലവിൽ വന്നിരിക്കുന്ന 4 ലേബർ കോഡുകളാണ് കോഡ് ഓൺ വേജസ് 2019, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. 4 പ്രധാന ലേബർ കോഡുകളെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം. 2019 വേതന കോഡ്, കോഡ് ഓൺ വേജസ് 2019. വിവിധ വ്യവസായങ്ങളിലുടനീളമുള്ള വേതന ഘടനകളെ ഏകീകരിക്കുന്നതിനാണ് 2019 വേതന കോഡ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് 4 മുൻ നിയമങ്ങൾക്ക് പകരമാണ്. മിനിമം വേതന നിയമം 1948, പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട് 1936, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965, തുല്യവേതന നിയമം 1976 എന്നിവയാണ് ഈ 4 മുൻ നിയമങ്ങൾ. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫ്ലോർ വേതനം ഏർപ്പെടുത്തിയതാണ് ഈ കോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. സംസ്ഥാനങ്ങളോ കേന്ദ്ര അധികാരികളോ നിശ്ചയിക്കുന്ന മിനിമം വേതനം ഈ ഫ്ലോർ വേതനത്തിന് തുല്യമോ അതിലധികമോ ആയിരിക്കണം. ഇത് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ജീവനക്കാർക്കും സ്ഥിരവും ന്യായവുമായ വേതനം ഉറപ്പാക്കുന്നു. നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസമുണ്ടാകും. നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ 4 വിഭാഗമായി തരംതിരിച്ചാണ് കുറഞ്ഞ വേതനം നിർണ്ണയിക്കേണ്ടത്. ഇതിനായി എല്ലാ തൊഴിൽ മേഖലയിലും ജോലി ചെയ്യുന്നവരെ അൺസ്കിൽഡ്, സെമി സ്കിൽഡ്, സ്കിൽഡ്, ഹൈലി സ്കിൽഡ് എന്നിങ്ങനെ തിരിക്കണം. തുടർന്ന് ഓരോ വിഭാഗത്തിനും വേതന കോഡ് വകുപ്പ് 6(6) പ്രകാരം കുറഞ്ഞ വേതനം നിർണ്ണയിക്കുന്നതായിരിക്കും. വ്യാവസായിക ബന്ധ കോഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020. 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഇത് 3 പഴയ നിയമങ്ങളെ സംയോജിപ്പിച്ചതാണ്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947, ട്രേഡ് യൂണിയൻസ് ആക്ട് 1926, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946 എന്നിവയാണ് സംയോജിക്കപ്പെട്ട 3 നിയമങ്ങൾ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് മൂലം ഇനി മുതൽ 300-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് പിരിച്ചുവിടലുകൾ അല്ലെങ്കിൽ അടച്ചുപൂട്ടലുകൾ എന്നിവയ്ക്ക് മുമ്പ് സർക്കാർ അനുമതി ആവശ്യമാണ്. പിരിച്ചുവിടൽ, അടച്ചുപൂട്ടൽ, പണിമുടക്കുകൾ എന്നിവയ്ക്ക് 60 ദിവസത്തെ നോട്ടീസ് ആവശ്യപ്പെടാനും ട്രിബ്യൂണൽ നടപടികൾ തീർപ്പാക്കാത്ത സമയത്ത് പണിമുടക്കുകൾ നിരോധിക്കുന്നതിനും ഈ കോഡ് കർശനമായ നടപടികൾ ഏർപ്പെടുത്തുന്നു. വ്യാവസായിക ബന്ധ കോഡിലൂടെ ട്രേഡ് യൂണിയൻ വ്യവസ്ഥയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ജീവനക്കാരുടെ 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ ട്രേഡ് യൂണിയൻ അനുവദനീയമാവൂ. നിലവിൽ ഇത് 7 ജീവനക്കാരാണ്. കൂടാതെ തൊഴിലാളികളല്ലാത്തവർക്ക് ട്രേഡ് യൂണിയൻ ഭാരവാഹികളാകാനുമാകില്ല. 2020 സാമൂഹിക സുരക്ഷാ കോഡ് അഥവാ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020. 2020 സാമൂഹിക സുരക്ഷാ കോഡ് തൊഴിലാളി എന്നതിൻ്റെ നിർവചനത്തെ ഗിഗ് തൊഴിലാളികൾ, പ്ലാറ്റ്ഫോം തൊഴിലാളികൾ, അസംഘടിത മേഖലകളിലുള്ളവർ എന്നിവ ഉൾപ്പെടുത്തി വിശാലമാക്കി. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്സ് ആക്ട് 1952, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 തുടങ്ങിയ നിലവിലുള്ള നിയമങ്ങളെ ഇത് മാറ്റി സ്ഥാപിച്ചു. ഈ കോഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻഷുറൻസ്, പ്രസവാവധി തുടങ്ങിയ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ വലിയൊരു വിഭാഗം തൊഴിലാളികളും കൂടി ബാധകമാക്കുന്നു. സ്ഥിരമായോ കരാർ പ്രകാരമോ അല്ലെങ്കിൽ ഗിഗ് സമ്പദ് വ്യവസ്ഥയിലോ ഉള്ള തൊഴിലാളികളെ തിരിച്ചറിയുന്നതിനും അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ആധാർ കാർഡുകൾ ഉപയോഗിക്കണമെന്നും കോഡ് നിർബന്ധമാക്കുന്നു.
തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യങ്ങൾ എന്നിവ സംബന്ധിച്ച കോഡ് 2020. 2020 തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യ കോഡ് വ്യവസായങ്ങളിലുടനീളം പ്രത്യേകിച്ച് അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങൾക്ക് സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്നു. ഈ കോഡിലൂടെ ഒരു ഫാക്ടറിയുടെ നിർവചനം വിപുലീകരിച്ചിട്ടുണ്ട്. കൂടാതെ കോഡ് പ്രതിദിനം പരമാവധി 8 പ്രവൃത്തി മണിക്കൂർ സജ്ജമാക്കുന്നു. കൂടാതെ കോഡ് അന്തർ സംസ്ഥാന കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. റേഷൻ കാർഡുകൾക്ക് കെട്ടിട തൊഴിലാളി സ്വസംഭാവനകൾക്കും പോർട്ടബിലിറ്റി ആനുകൂല്യങ്ങൾ നൽകുന്നു. 2020 തൊഴിൽ സുരക്ഷ, ആരോഗ്യം, ജോലി സാഹചര്യ കോഡ് യാത്രാ അലവൻസ് നൽകുന്നുണ്ട്. ഈ കോഡ് ജോലിസ്ഥല സുരക്ഷയ്ക്കും പുതിയ ഊന്നൽ നൽകുകയും തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് കുടിയേറ്റ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ജോലി സാഹചര്യങ്ങളും ഉറപ്പാക്കുകയും ലക്ഷ്യമിടുന്നു. ജോലി സമയം ക്രമപ്പെടുത്തുന്നതിലൂടെയും കുടിയേറ്റ തൊഴിലാളികൾക്ക് പോർട്ടബിൾ ആനുകൂല്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെയും ഇന്ത്യയുടെ തൊഴിൽ വിപണിയിൽ സുരക്ഷയും ചലനാത്മകതയും മെച്ചപ്പെടുത്തുക എന്നതാണ് ഈ കോഡിൻ്റെ ലക്ഷ്യം. എങ്കിലും ജോലി സ്ഥലങ്ങൾക്ക് സമീപമുള്ള താൽക്കാലിക താമസത്തിനുള്ള വ്യവസ്ഥകൾ നീക്കം ചെയ്തത് കുടിയേറ്റ തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് ഇടയ്ക്കിടെ സ്ഥലമാറ്റം ആവശ്യമുള്ള വ്യവസായങ്ങൾ ഏർപ്പെട്ടവരുടെ ക്ഷേമത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഈ കോഡിലൂടെ തൊഴിൽ കോഡുകൾ കൊണ്ടുവരുന്ന സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സ്ഥിരകാല ജീവനക്കാർക്ക് 1 വർഷത്തെ തുടർച്ചയായ ജോലിക്ക് ശേഷം ഗ്രാറ്റുവിറ്റി അർഹത, പെൻഷൻ, സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ കണക്കാക്കുന്നതിന് സ്ഥിരത ഉറപ്പാക്കുന്നു. കോഡിലൂടെ ഒരു ദിവസം 8 മുതൽ 12 മണിക്കൂർ വരെ തൊഴിലെടുക്കാം. ആഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിക്കാൻ പാടില്ല. ഷിഫ്റ്റുകൾ 9 മണിക്കൂറായി പരിമിതപ്പെടുത്തി. തൊഴിലാളിയുടെ സമ്മതത്തോടെ ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ വേതന നിരക്കിൻ്റെ ഇരട്ടി കമ്പനി നൽകണം. കരാർ തൊഴിലാളികൾക്ക് ഇപ്പോൾ 5 വർഷത്തേക്ക് ഒരൊറ്റ ലൈസൻസ്. പുതിയ ലേബർ കോഡുകൾ പ്രകാരം തൊഴിലാളികളുടെ പരിധി 100-ൽ നിന്ന് 300-ആയി ഉയരുന്നതിനാൽ 299 അതിൽ കുറവോ ജീവനക്കാർ ഉള്ള കമ്പനികൾക്ക് ഇപ്പോൾ സർക്കാർ അനുമതിയില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കഴിയും. മുൻപ് 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ജീവനക്കാരുള്ള കമ്പനികൾക്ക് സർക്കാർ അംഗീകരിച്ച തൊഴിൽ വ്യവസ്ഥകൾ ആവശ്യമായിരുന്നു. കരാർ തൊഴിലാളികൾക്കുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിന് ലേബർ കോഡ് ഒരു ഫണ്ട് ഉറപ്പാക്കുന്നു. ആരോഗ്യം, വാർദ്ധക്യ ആനുകൂല്യങ്ങൾ എന്നിവ ഇതിൽ ഉൾക്കൊള്ളുന്നു. സംഘടിത മേഖലയിലെയും അസംഘടിത മേഖലയിലെയും എല്ലാ തൊഴിലാളികൾക്കും സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനത്തിന് അർഹത ഉണ്ടായിരിക്കും. സുരക്ഷാ നടപടികളോടെ സ്ത്രീകൾക്ക് ഇപ്പോൾ രാത്രി ഷിഫ്റ്റുകളിലും ജോലി ചെയ്യാൻ കഴിയും. അസംഘടിത മേഖലകളിലെ എല്ലാ സ്ത്രീ തൊഴിലാളികൾക്കും 26 ആഴ്ച ശമ്പളത്തോടു കൂടിയ അവധി ഉൾപ്പെടെയുള്ള പ്രസവാനുകൂല്യങ്ങൾ ഈ ലേബർ നിയമം നൽകുന്നു. സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റുകളിലും എല്ലാത്തരം ജോലികളിലും, ഇൻക്ലൂഡിംഗ് ഭൂഗർഭ ഖനനം, ഹെവി മെഷീനറി എന്നിവയുൾപ്പെടെ എല്ലാത്തിനും അനുവാദം ഉണ്ടായിരിക്കുന്നതാണ്. പരാതി പരിഹാര കമ്മിറ്റികളിൽ സ്ത്രീ പ്രാതിനിധ്യം നിർബന്ധമാക്കുന്നു ഈ കോഡിലൂടെ. 2020 സാമൂഹിക സുരക്ഷാ കോഡ് അസംഘടിത കരാർ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുന്നു. ഇവയിൽ ലൈഫ്, ആരോഗ്യം, പ്രസവാവധി, പ്രൊവിഡന്റ് ഫണ്ട് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. യുവാക്കൾ ഉൾപ്പെടെ എല്ലാ തൊഴിലാളികൾക്കും മിനിമം വേതനം. എല്ലാ തൊഴിലാളികൾക്കും നിയമന കത്തുകൾ ലഭിക്കണം. സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കുന്നു. തൊഴിലുടമകൾ തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. അവധിക്കാല വേതനം നിർബന്ധമാക്കിയതും കോഡിലൂടെയുണ്ട്. 2025 നവംബർ 21 മുതൽ രാജ്യത്ത് നിലവിൽ വന്ന ഏകീകൃത പുതിയ 4 ലേബർ കോഡുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.